Hello friends, welcome to Sarah's Herbs and Spices. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി മഷ്റൂം. റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് മഷ്റൂംസ് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. 2 ടീസ്പൂൺ ഡാർക്ക് സോയ് സോസ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ. ഇത്രയും സാധനം കുറച്ച് ഉപ്പ് കൂടിയിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ പരുവം ആക്കുക. ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒരു തിക്ക് ബാറ്ററായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാറ്റർ മാരിനേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മഷ്റൂംസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 250 ഗ്രാം മഷ്റൂമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കാം ഈ ബാറ്ററിൽ. ഇപ്പോൾ ഇതാ ബാറ്ററെല്ലാം കോട്ടായി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാരിനേറ്റ് ചെയ്ത മഷ്റൂംസ് നമുക്ക് വെജിറ്റബിൾ ഓയിലിൽ വറുത്തെടുക്കാം. ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. മഷ്റൂംസ് ഓരോന്നായി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടി ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നിരത്തിയിടുക. ഒരു 2-3 മിനിറ്റ് മതി ഇത് 2 സൈഡും കൂടി വെന്ത് കിട്ടാനായിട്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. വറുത്ത മഷ്റൂം എല്ലാം ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി സെക്കൻഡ് ബാച്ച് കൂടി നമുക്ക് വറുത്തെടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ. ഓക്കെ, ഇതാ ഇപ്പോൾ മഷ്റൂം എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള സോസ് ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച്, നേരത്തെ വറുത്ത എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇതിനായിട്ട്. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് ഉള്ളി വഴറ്റും. ഒരു മീഡിയം അണിയൻ ഞാൻ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുവിധം വഴണ്ട് കഴിയുമ്പോൾ ഒരു 4 വെളുത്തുള്ളി മിൻസ് ചെയ്തിട്ട് വഴറ്റുക. എൻ്റെ പുറകെ ഒരു 4 പച്ചമുളക് കൂടെ അരിഞ്ഞതിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സവാള ഡൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതൊന്ന് സോട്ടേ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഒരു ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ഡൈസ് ചെയ്തിട്ട് നമുക്കൊന്ന് സോട്ടേ ചെയ്യാം. ഇനിയിപ്പോൾ ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം നമുക്കിടാം. അത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ സോയ സോസ് ഒഴിക്കുക. ഡാർക്ക് സോയ സോസ് ഉപയോഗിക്കുക. ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മതി. പിന്നെ ചില്ലി സോസ് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യുക. സോസ് എല്ലാം നല്ലവണ്ണം മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം വറുത്ത് വച്ചിരിക്കുന്ന മഷ്റൂംസ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. സോസ് എല്ലാം നല്ലവണ്ണം പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കൊഴുപ്പിന് വേണ്ടി കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി അധികം താമസമില്ല. ഇപ്പോൾ ചില്ലി മഷ്റൂംസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. വാങ്ങുന്നതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി വിതറിയിടുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ.
Thank you for watching Sarah's Herbs and Spices.